ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 5 ലെറ്റർ ടു ഗോഡ് എന്ന ചാപ്റ്ററിലെ കുറച്ച് ആക്ടിവിറ്റീസാണ്. നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ? ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. 4th ആക്ടിവിറ്റി മുതലാണ് നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി 4. Look at the following pictures. Identify the occupation and write the names of the occupation in boxes given below each picture. ലുക്ക് അറ്റ് ദ ഫോളോയിങ് പിക്ചേഴ്സ്. താഴെയുള്ള ചിത്രങ്ങൾ നോക്കൂ. ഐഡൻറ്റിഫൈ ദ ഒക്യുപ്പേഷൻ. അതിലുള്ള ഒക്യുപ്പേഷൻ, തൊഴിൽ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ഒക്യുപ്പേഷൻ ഇൻ ദ ബോക്സസ് ഗിവൺ ബിലോ ഈച്ച് പിക്ചർ. അതായത് പിക്ചറിന് താഴെ കൊടുത്തിട്ടുള്ള ആ ബോക്സിലെ ആ തൊഴിൽ ഏതൊക്കെയാണെന്ന് എഴുതുക. ഓക്കെ, ഈ ബോക്സിൽ കുറച്ച് തൊഴിലുകൾ കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫയർ ഫൈറ്റർ, മെക്കാനിക്, പൈലറ്റ്, ഹെയർ ഡ്രസ്സർ, പോസ്റ്റ്മാൻ, പോലീസ് വുമൺ, ലൈഫ് ഗാർഡ്, ടീച്ചർ, ഡോക്ടർ, മ്യൂസീഷ്യൻ, ആസ്ട്രോനോട്ട്, ആർട്ടിസ്റ്റ്, ലോയർ, നേഴ്സ്, ആക്ടർ, റൈറ്റർ, ഷെഫ്, വെയ്റ്റർ, ഡെന്റിസ്റ്റ് ആൻഡ് കാർപ്പൻറ്റർ. ഫസ്റ്റ് പിക്ചർ ആരുടെയാണ്? ലോയർ. ദെൻ ഡോക്ടർ, റൈറ്റർ. ദെൻ ആരുടെയാണ്? ഫയർ ഫൈറ്റർ. ദെൻ ടീച്ചർ. എന്നിട്ട് ആർട്ടിസ്റ്റ് അല്ലേ? ആർട്ടിസ്റ്റ്. ദെൻ ഡെന്റിസ്റ്റ്, മുടിയൊക്കെ വെട്ടണ ഹെയർ ഡ്രസ്സർ. ദെൻ ആസ്ട്രോനോട്ട്. ദെൻ പോലീസ് വുമൻ, ലൈഫ് ഗാർഡ്. ഒരു പോസ്റ്റ്മാൻ്റെ അല്ലേ? പോസ്റ്റ്മാൻ. ദെൻ ഒരു ആശാരിയുടെ ഒരു പിക്ചറാണ്, അപ്പം കാർപ്പൻറ്റർ. ദെൻ വെയ്റ്റർ. ദെൻ ഷെഫ്. ഒരു പൈലറ്റ് അല്ലേ? ഇത് പൈലറ്റ്. ആക്ടർ, മെക്കാനിക്, മ്യൂസീഷ്യൻ ആൻഡ് നേഴ്സ്. ഇതൊക്കെയാണ് നമുക്ക് പിക്ചറിൽ കാണാൻ കഴിയുന്നത്. Then next activity 5. We need help from other people on different occasion. നമുക്ക് പല പല സാഹചര്യങ്ങൾ, പല പല ആളുകളുടെ ആവശ്യങ്ങൾക്കായി അവരെ സമീപിക്കേണ്ടി വരും. Who will you approach on the following occasions? താഴെ നിന്നുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ ആരൊക്കെയാണ് സമീപിക്കുക, അപ്രോച്ച് ചെയ്യുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. യു വാണ്ട് ടു മേക്ക് എ ടേബിൾ. നിങ്ങൾക്കൊരു ടേബിൾ ഉണ്ടാക്കണം. നിങ്ങൾ ആരെയാണ് സമീപിക്കുക? കാർപ്പൻറ്റർ. യു വാണ്ട് ടു ഗെറ്റ് യുവർ ഹെയർ കട്ട്. ഹെയർ കട്ട് ചെയ്യാനോ? യെസ്, ബാർബർ. നമ്മളൊരു ബാർബറെ അപ്രോച്ച് ചെയ്യും. ദെൻ യു വാണ്ട് ടു പെയിൻറ്റ് യുവർ ഹൗസ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീടൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കണമെങ്കിലോ നമ്മൾ അപ്രോച്ച് ചെയ്യാനാണ് പെയിൻറ്റ്. ദെൻ വെൻ യു ആർ ഇൽ. നിങ്ങൾക്കൊരു അസുഖം വന്നാൽ നിങ്ങൾ ആരെ അപ്രോച്ച് ചെയ്യുക? യെസ്, ഡോക്ടർ. ദെൻ വെൻ എ തീഫ് ബ്രേക്സ് ഇൻ ടു യുവർ ഹൗസ്. നിങ്ങളുടെ വീട്ടിലേക്കൊരു കള്ളന് കയറിയാലോ നിങ്ങൾ ആരെ അപ്രോച്ച് ചെയ്യുക? യെസ്, പോലീസ്. വെൻ എ ഫയർ ബ്രേക്സ് ഔട്ട്. ഒരു തീപിടുത്തം ഉണ്ടായാലോ നമ്മൾ ആദ്യം ആരെ അപ്രോച്ച് ചെയ്യുക? യെസ്, ഫയർ ഫൈറ്റർ. ദെൻ വെൻ യുവർ ബൈസിക്കിൾ നീഡ്സ് റിപ്പയർ. നിങ്ങളുടെ ബൈസിക്കിൾ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആരെ അപ്രോച്ച് ചെയ്യുക? ഒരു മെക്കാനിക് അല്ലേ? മെക്കാനിക്കിനെ അപ്രോച്ച് ചെയ്യും. യു വാണ്ട് ടു ചേഞ്ച് എ വാട്ടർ ടാപ്പ്. നിങ്ങൾക്കൊരു വാട്ടർ ടാപ്പ് ചേഞ്ച് ചെയ്യണം, മാറ്റണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെ വിളിക്കുക? യെസ്, പ്ലംബർ. ഓക്കെ. ദെൻ ആക്ടിവിറ്റി 6. The postmaster in the story said, I wish I had the faith of the man who wrote this letter. The postmaster in the story said, ഈ പോസ്റ്റ്മാസ്റ്റർ, ഈ സ്റ്റോറിയിൽ ഉണ്ടായിരുന്ന പോസ്റ്റ്മാസ്റ്റർ പറഞ്ഞത്, I wish I had the faith of the man who wrote this letter. ആരാണ് ഈ കത്ത് എഴുതിയിരുന്ന ആ ആൾക്കുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നെങ്കിലെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. The postmaster expressed his strong wish here. The postmaster expressed. അദ്ദേഹം ഇവിടെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ സ്ട്രോങ് വിഷാണ്, അതിയായ ആഗ്രഹം. നൗ ലുക്ക് അറ്റ് ദ ഫോളോയിങ്. സുജ ഹാസ് ടു ഡു പ്രോജക്റ്റ് ഓൺ ദ ടോപ്പിക് റിവേഴ്സ് ഓഫ് ഇന്ത്യ. സുജ ഹാസ് ടു ഡു പ്രോജക്റ്റ് ഓൺ ദ ടോപ്പിക് റിവേഴ്സ് ഓഫ് ഇന്ത്യ. സുജയ്ക്ക് ഇന്ത്യയിലെ നദികളുടെ ഒരു പ്രൊജക്റ്റ് വർക്ക് തയ്യാറാക്കേണ്ടതുണ്ട്. ബട്ട് ഷി കാൺ ഫൈൻഡ് എനി ബുക്സ് ടു റെഫർ ടു. പക്ഷേ അവൾക്ക് അതിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബുക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ദർ ഈസ് നോ ലൈബ്രറി നിയർ ഹെർ ഹൗസ്. അവളുടെ വീടിൻ്റെ അടുത്തൊരു ലൈബ്രറി ഒന്നുമില്ല. ലുക്ക് അറ്റ് ഹൗ ഷീ എക്സ്പ്രസ്സസ് ഹെർ വിഷ്. നോക്കൂ, എങ്ങനെയാണ് അവൾ അവളുടെ ആഗ്രഹം എക്സ്പ്രസ് ചെയ്യുക. നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അവളുടെ ആഗ്രഹം എന്തായിരിക്കും? അവളുടെ വീടിൻ്റെ അടുത്ത് ഒരു ലൈബ്രറി ഉണ്ടായിരുന്നെങ്കിൽ എന്നല്ലേ. സോ നമുക്ക് എഴുതാം, ഐ വിഷ് വി ഹാഡ് എ ലൈബ്രറി നിയർ മൈ ഹൗസ്. എൻ്റെ വീടിൻ്റെ അടുത്ത് ഞങ്ങൾക്കൊരു ലൈബ്രറി ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Tom always thinks of buying a bicycle.
ടോംസ് എപ്പോഴും വിചാരിക്കുന്നത് എന്താണ്, അവനൊരു ബൈസിക്കിൾ വാങ്ങണമെന്ന്. ബട്ട് ഹീസ് ഫാദർ സേസ് ഹി വിൽ ബൈ എ ബൈസിക്കിൾ ഫോർ ഹിം ഓൺലി ആഫ്റ്റർ 2 years. പക്ഷെ അവൻ്റെ അച്ഛൻ എന്താ പറഞ്ഞിട്ടുള്ളത്, അവനൊരു ബൈസിക്കിൾ മേടിക്കപ്പോഴാണ് 2 years ആഫ്റ്റർ, ഒരു 2 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവന് മേടിച്ച് കൊടുക്കുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹി ഫെൽറ്റ് വെരി ഡിസപ്പോയിൻറ്റഡ്. അവന് വളരെയധികം നിരാശയായിരുന്നു. ഐ വിഷ് ഐ ഹാഡ് എ ബൈസിക്കിൾ. അപ്പോൾ അവൻ്റെ ആഗ്രഹം എന്തായിരിക്കും, ഐ വിഷ് ഐ ഹാഡ് എ ബൈസിക്കിൾ, എനിക്കൊരു ബൈസിക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവൻ ആഗ്രഹിക്കുക. സോ നെക്സ്റ്റ് നോക്കാം. ഹിയർ സുജ ആൻഡ് ടോം എക്സ്പ്രസ് ദെയർ ഫീലിങ്സ് യൂസിങ് ഐ വിഷ്. ഇവിടെ സുജയും ടോമും അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് യൂസ് ചെയ്തിട്ടുള്ളത്, ഐ വിഷ് എന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ലുക്ക് അറ്റ് ദ പിക്ചർ ബിലോ. താഴെ തന്നിരിക്കുന്ന ചിത്രം നോക്കൂ. കംപ്ലീറ്റ് ദ സെൻറ്റൻസസ് ബിഗിനിങ് വിത്ത് ഐ വിഷ്. അവിടെ സെൻറ്റൻസ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, ഐ വിഷ് ഉപയോഗിച്ചിട്ട് നിങ്ങളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് നോക്കാം. അയാൾ എന്താവും ചിന്തിക്കുന്നുണ്ടാവുക, അയാളുടെ ആഗ്രഹം ഇപ്പം എന്താവും, ഐ വിഷ് ഐ ഹാഡ് എ ന്യൂ ലോറി. എനിക്കൊരു പുതിയ ലോറി ഉണ്ടായിരുന്നുവെങ്കിലും ചിന്തിച്ചൂടെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചിന്തിച്ചിട്ട് എഴുതാട്ടോ. ദെൻ നെക്സ്റ്റ് പിക്ചറിൽ ഒരു ഗേള് ഒരു സ്ട്രീമിൻ്റെ അടുത്ത് നിൽക്കുന്നതല്ലേ, അവളുടെ ആഗ്രഹം എന്തായിരിക്കും, ഐ വിഷ് ഐ കുഡ് സ്വിം. എനിക്ക് നീന്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ. നെക്സ്റ്റ് പിക്ചറിൽ ഒരു മാൻ ഇങ്ങനെ ഒരു മാവിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അയാൾ എന്താവും ആഗ്രഹിക്കുന്നുണ്ടാവുക, അയാൾക്ക് ആ മരത്തിൻ്റെ മുകളിലൊന്ന് കയറിയാൽ കൊള്ളുന്നൊരു ആഗ്രഹം ഉണ്ടാവില്ല. എങ്ങനെ എഴുതാം, ഐ വിഷ് ഐ കുഡ് ക്ലൈം അപ്പ്. ഇതിൻ്റെ മുകളിലൊന്ന് കയറാൻ കഴിഞ്ഞെങ്കിലെന്ന് എനിക്ക് ആഗ്രഹം, ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാണ്. ദ നെക്സ്റ്റ് പിക്ചറിൽ എന്താണ് കാണാനുള്ളത്, ഒരു ഗേള് സൈക്കിൾ ഓടിക്കുന്നതാണ്. അപ്പോൾ അവളുടെ ഒരു ആഗ്രഹം എന്തായിരിക്കും, ഐ വിഷ് ഐ ഹാഡ് എ സ്കൂട്ടി. എനിക്കൊരു സ്കൂട്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവൾക്ക് ആഗ്രഹിച്ചൂടെ. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എഴുതാം. ദെൻ ആക്ടിവിറ്റി 7. ലുക്ക് അറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. ആ തന്നിട്ടുള്ള സെൻറ്റൻസുകൾ നോക്കൂ. ലഞ്ചോ വെൻ ടു ദ പോസ്റ്റ് ഓഫീസ് ഏർലിയർ ദാൻ യൂഷ്വൽ. ലഞ്ചോ എന്നത്തേക്കാളും നേരത്തെ പോസ്റ്റ് ഓഫീസിലേക്ക് പോയി. ദ വേർഡ് ഏർലി ഹാസ് 2 other degrees. ദ വേർഡ് ഏർലി എന്ന വേർഡിനെ മറ്റ് 2 ഡിഗ്രീസ് ഏതൊക്കെയാണ്, ഏർലിയർ ആൻഡ് ഏർലിയസ്റ്റ്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. താഴെ തന്നിട്ടുള്ള ചിത്രങ്ങൾ നോക്കിയിട്ട് അതിനെ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് പിക്ചറിൽ എന്താണ് നോക്കാം, അതിൻ്റെ 2 other degrees ആണ് യങ്ങർ ആൻഡ് യങ്ങസ്റ്റ്. ദെൻ നമുക്ക് കൊടുത്തിട്ടുണ്ട് സ്ലോവറിന് നടുവിൽ കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ സ്ലോവറായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഏതായിരിക്കും, സ്ലോ. ദെൻ തേർഡ് വൺ സ്ലോവസ്റ്റ്. ദെൻ ലാസ്റ്റ് ഇവിടെ കൊടുത്തിട്ട് ടോളസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റ് അതർ ഡിഗ്രീസ് ഏതായിരിക്കും, ടോൾ, ടോളർ, ടോളസ്റ്റ്. ഓക്കെ. ദെൻ ലുക്ക് അറ്റ് ദ വർക്കിൾ ഷോൺ ഇൻ ദ പിക്ചർ ആൻഡ് കമ്പയർ ദം. അവയെ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. താഴത്തുനിന്നുള്ള ചിത്രങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ. എന്തിൻ്റെയൊക്കെ പിക്ചറാണ്, കാറിൻ്റെയും ഓട്ടോറിക്ഷയുടെയും. ഇത് നോക്കാം. യൂസിങ് ദ വേർഡ്സ് ഇൻ ദ ബോക്സ് 1 ഈസ് ഡൺ ഫോർ യു. നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ബോക്സിൽ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്, അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. 1 ഈസ് ഡൺ ഫോർ യു ഒന്നിവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കിയാലോ. ബോക്സിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്, ബിഗർ, മോർ എക്സ്പെൻസീവ്, ഫാസ്റ്റർ, ഹെവിയർ, ലൈറ്റർ, സ്ലോവർ ആൻഡ് സ്മോളർ. ദെൻ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് കൊടുത്തിട്ടുണ്ട് എ കാർ ഈസ് മോർ എക്സ്പെൻസീവ് ദാൻ ആൻ ഓട്ടോറിക്ഷ. ഒരു കാർ എന്ന് പറയുന്നത് ഓട്ടോറിക്ഷേനെക്കാട്ടും മോർ എക്സ്പെൻസീവാണ്. എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ വില കൂടുതലാണ്. എന്നാൽ നമുക്ക് എന്തെഴുതാം, എ കാർ ഈസ് ഹെവിയർ ദാൻ ആൻ ഓട്ടോറിക്ഷ. കാർ ഓട്ടോറിക്ഷയ്ക്ക് ഹെവിയർ അല്ലേ, സോ എഴുതാം എ കാർ ഈസ് ഹെവിയർ ദാൻ ആൻ ഓട്ടോറിക്ഷ. നെക്സ്റ്റ് എഴുതാം എ കാർ ഈസ് ബിഗർ ദാൻ ആൻ ഓട്ടോറിക്ഷ. ഓട്ടോറിക്ഷേനെക്കാട്ടും വലുതാണ് കാർ. എ കാർ ഈസ് ഫാസ്റ്റർ ദാൻ ആൻ ഓട്ടോറിക്ഷ. ഒരു ഓട്ടോറിക്ഷേനേക്കാളും ഫാസ്റ്ററാണ് ഒരു കാറ്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഓട്ടോറിക്ഷയെക്കുറിച്ച് എഴുതാം. ആൻഡ് ഓട്ടോറിക്ഷ ഈസ് സ്മോളർ ദാൻ എ കാർ. എന്താണ്, നമുക്കിങ്ങനെ എഴുതാം, സ്മോളറാണ്, കാറിനെക്കാട്ടും സ്മോളറാണ് ഓട്ടോറിക്ഷ. ആൻഡ് ഓട്ടോറിക്ഷ ഈസ് സ്ലോവർ ദാൻ എ കാർ. ഒരു കാറിനെക്കാട്ടും സ്ലോവറാണ് ഓട്ടോറിക്ഷ. ആൻഡ് ഓട്ടോറിക്ഷ ഈസ് ലൈറ്റർ ദാൻ എ കാർ. ഓക്കെ, ഇങ്ങനെ നമുക്കിതിനെ രണ്ടിനെയും വെച്ച് കമ്പയർ ചെയ്ത് എഴുതാവുന്നതാണ്. ദെൻ ആക്ടിവിറ്റി 9. ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ. വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ. ഫസ്റ്റ് പിക്ചറിൽ എന്താണ് കാണുന്നത്, എ വുമൺ ഈസ് വെയിറ്റിംഗ് ഫോർ ദ ബസ്. ഒരു സ്ത്രീ ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ദ നെക്സ്റ്റ് പിക്ചറോ, വാട്ട് ഡു യു സീ നൗ. നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് കാണാൻ സാധിക്കുന്നത്, ദ ബസ് ഈസ് കമ്മിങ്. ബസ് ഇങ്ങനെ വരുന്നതല്ലേ ഇപ്പോൾ കാണുന്നത്. നെക്സ്റ്റ് പിക്ചർ നോക്കാം. വാട്ട് ഡിഡ് ദ വുമൺ ഡു വെൻ ദ ബസ് കെയിം. ബസ് എന്ന് നോക്കുമ്പോൾ സ്ത്രീ എന്താണ് ചെയ്തത്, വെൻ ദ ബസ് കെയിം
ദ വുമൺ ഗെറ്റ് ഇൻ ടു ഇറ്റ്. അതിൻ്റെ ഉള്ളിലേക്ക് കയറിയല്ലേ. ദെൻ നൗ ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ആസ് ഡ്രോൺ ഇൻ ദ എക്സാമ്പിൾ. ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൺ ബിലോ. ആ താഴെ തന്നിട്ടുള്ള ചിത്രം നോക്കുക. എന്നിട്ട് ഇവിടെ താഴെ പിക്ചറിൻ്റെ അടിയിൽ ഒരു ക്വസ്റ്റ്യനും കൊടുത്തിട്ടുണ്ട്, ആൻസറും കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് അതുപോലെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറൊക്കെ അതേപോലെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് നോക്കാം. ദ സിഗ്നൽസ് ടേൺ ഓൺ. സിഗ്നൽസ് ഒക്കെ ഇപ്പോൾ ടേൺ ഓൺ ആണോ ഓൺ ആക്കിയിട്ടിരിക്കുകയാണോ എന്ന്? നോ, ദ സിഗ്നൽസ് ആർ നോട്ട് ടേൺ ഓൺ. എന്താണ്? നോ അല്ല. എന്താണ്? ദ സിഗ്നൽസ് ടേൺ ഓൺ ആക്കിയിട്ടില്ല, ഓൺ ആക്കിയിട്ടില്ലല്ലോ. ആൻഡ് നോട്ട് ടേൺ ഓൺ. വാട്ട് ഡു യു സീ നൗ? നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് കാണാൻ സാധിക്കുന്നത്? ഇപ്പം ഗ്രീൻ സിഗ്നൽ ഓൺ അല്ലേ. സോ നമുക്ക് എന്ത് എഴുതാം? ദ ഗ്രീൻ സിഗ്നൽ ഈസ് ഓൺ നൗ. ഗ്രീൻ സിഗ്നൽ ഇപ്പോൾ ഓൺ ആണ്. സിഗ്നൽ ഈസ് ഓൺ നൗ. ദെൻ നെക്സ്റ്റ്, വെൻ ഡിഡ് ദ വെഹിക്കിൾ മൂവ്? എപ്പോഴാണ് വെഹിക്കിൾ വാഹനം മൂവ് ചെയ്തത്? വെൻ ദ ഗ്രീൻ സിഗ്നൽ ടേൺ ഓൺ ദ വെഹിക്കിൾ മൂവ്ഡ്. എപ്പോഴാണ് ഗ്രീൻ സിഗ്നൽ ടേൺ ഓൺ ആക്കിയപ്പോഴാണ് വെഹിക്കിൾ മൂവ്ഡ്. വാട്ട് ഈസ് ദ ഡോഗ് ഡൂയിങ്? എന്താണ് ആ പട്ടി ചെയ്യുന്നത്? ദ ഡോഗ് ഈസ് വാച്ചിങ് സംതിങ്. എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ദ ഡോഗ് ഈസ് വാച്ചിങ് സംതിങ്. വാട്ട് ഡിഡ് ദ ഡോഗ് സീ? വാട്ട് ഡിഡ് ദ ഡോഗ് സീ? ഡോഗ് എന്താണ് കണ്ടത്? ദ ഡോഗ് സോ എ കാറ്റ്. ഒരു കാറ്റിനെ കണ്ടു. ദ നെക്സ്റ്റ് പിക്ചറിൽ എന്താണ്? വെൻ ഡിഡ് ദ ഡോഗ് ബാർക്ക്? എപ്പോഴാണ് നായ കുരച്ചത്? വെൻ ദ ഡോഗ് സോ എ കാറ്റ് ഇറ്റ് ബാർക്ക്ഡ് അല്ലേ. ഒരു പൂച്ചയെ കണ്ടപ്പോൾ ഡോഗ് കുരച്ചു. നെക്സ്റ്റ് പിക്ചറിൽ എന്താണ്? വാട്ട് ഡു യു സീ? നിങ്ങൾക്ക് എന്താ കാണാൻ കഴിയുന്നത്? അതെന്താണ്? ഇറ്റ് ഈസ് എ ലോട്ടസ് ബഡ്. ഇതൊരു താമരപ്പൂവിൻ്റെ മുട്ടല്ലേ. ഇറ്റ് ഈസ് എ ലോട്ടസ് ബഡ്. നെക്സ്റ്റ് പിക്ചർ, വാട്ട് ഡു യു സീ നൗ? നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് കാണാൻ കഴിയുന്നത്? ദ സൺ റൈസസ് അപ്പ്. എന്താണ്? സൂര്യൻ ഉദിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വെൻ ഡിഡ് ദ ലോട്ടസ് ബഡ് ഓപ്പൺ? എപ്പോഴാണ് ലോട്ടസ് ബഡ് താമരമുട്ട് വിരിഞ്ഞത്? When the sun rose, the lotus bud got open. എപ്പോഴാണ്? സൺ റോസ്. സൂര്യൻ ഉദിച്ചു വന്ന് നോക്കുമ്പോഴാണ് ലോട്ടസ് ബഡ് ഗോട്ട് ഓപ്പൺ. ദെൻ നെക്സ്റ്റ്, ഹൂ സീ ഇൻ ദ പിക്ചർ? നിങ്ങൾക്ക് ആരാണ് ചിത്രത്തിൽ കാണുന്നത്? ഹൂ ആരാണ്? എ ഗേൾ ഈസ് ഇൻ ദ പിക്ചർ. വാട്ട് ഡിഡ് ദ ഗേൾ സീ? എന്താണ് പെൺകുട്ടി കണ്ടത്? ദ ഗേൾ സോ എ സ്നേക്ക്. ഒരു പാമ്പിനെ കണ്ടു. വെൻ ഡിഡ് ദ ഗേൾ സ്ക്രീം? എപ്പോഴാണ് ആ പെൺകുട്ടി നിലവിളിച്ച് കരഞ്ഞത്? വെൻ ഷീ സോ ദ സ്നേക്ക് ദ സ്ക്രീം. വെൻ ഷീ സോ ദ സ്നേക്ക് ഷീ സ്ക്രീംഡ്. എപ്പോഴാണ് അവൾ ആ പാമ്പിനെ കണ്ടു നോക്കുമ്പോൾ അവൾ നിലവിളിച്ചു. നെക്സ്റ്റ് ആണ് എഡിറ്റിംഗ്. ഹിയർ ഈസ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ലഞ്ചോസ് വില്ലേജ്. ഇവിടെ ഡിസ്ക്രിപ്ഷൻ ലഞ്ചോയുടെ വില്ലേജിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ്. ദർ ആർ സർട്ടൻ എറേഴ്സ് ഇൻ ഇറ്റ്. അതിലെന്താണ്? കുറച്ച് എറേഴ്സ് ഉണ്ട്, തെറ്റുകളുണ്ട്. ദേ ആർ അണ്ടർലൈൻ. അത് അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എഡിറ്റ് ദം. അത് എഡിറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ മോർണിംഗ് സൺ റോസ് അപ്പ് ഇൻ ദ സ്കൈ. ദ സ്നോ കവറിങ് ദ ഫീൽഡ് സ്ലോലി ബിഗിൻ ടു മെൽറ്റ്. അവിടെ ഏതാണ് എററായിട്ട് കൊടുത്തിട്ടുള്ളത്? ബിഗിൻ എന്നാണ്. എന്താണ് അവിടെ അർത്ഥം വരുന്നത്? സ്ലോലി, പതുക്കെ, മെൽറ്റ്, ഉരുകാൻ തുടങ്ങി എന്നല്ലേ വരിക. പാസ്റ്റ് ടെൻസ് അല്ലേ വരിക. അപ്പോൾ എങ്ങനെ എഴുതും? ബിഗാൻ ടു മെൽറ്റ്. നെക്സ്റ്റ് നോക്കാം. ലീവ്സ് ഓഫ് ഗ്രാസ് പീപ്ഡ് ഇൻ ക്ലിയർ വാട്ടർ. ഇൻ എഴുതിയുള്ളത് അത് പറ്റുമോ? എററാണ്. അപ്പോൾ എന്താണ്? ഇൻ ടു. ദെൻ ദ ബ്രാഞ്ചസ് ഓൺ ദ ട്രീസ് വാസ് ഫ്രീ ഓഫ് സ്നോ. അവിടെ വാസ് വരുമോ? വേറല്ലേ വരിക? യെസ്. ദെൻ ദ ബേർഡ്സ് ഫ്ലൂ ഇൻ ആൻഡ് ഓൺ ദ ബ്രാഞ്ചസ് സാറ്റ്. അങ്ങനെ എഴുതാൻ പറ്റില്ലല്ലോ. എങ്ങനെ എഴുതണം? സാറ്റ് ഓൺ ദ ബ്രാഞ്ചസ്. ദെൻ they dried their wing the warm sun in the warm sun. വിങ് എന്ന് പറയുള്ളൂ, വിങ്സ് എന്നല്ലേ പറയുക. അങ്ങനെ നമ്മൾ ഈ പാഠത്തെ കുറച്ച് ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലെന്ന് ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.